പ്രഭാതം എന്നത്തെയും പോലെ ശാന്തമായിരുന്നു അമേരിക്കയുടെ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 2021 മെയ് 7-ന്. ആളുകൾ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നു, കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക്. ഫില്ലിംഗ് സ്റ്റേഷനിൽ പെട്രോൾ അടിക്കാൻ പോയ ആളുകൾ ചില കാര്യങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നു. ബില്ലിംഗ് വളരെ പതുക്കെയാണ് നടക്കുന്നത്. പലരും ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. സമയത്ത് എത്തേണ്ടിടത്ത് എത്താൻ സാധിക്കാത്തതിൻ്റെ ടെൻഷനാണെന്ന് തോന്നുന്നു. പക്ഷെ അവരാരും അറിഞ്ഞിരുന്നില്ല അടുത്ത ഒരാഴ്ച അവരനുഭവിക്കാൻ പോകുന്ന കഷ്ടതകളെക്കുറിച്ച്. നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുപ്രസിദ്ധമായ കൊളോണിയൽ പൈപ്പ് ലൈൻ റാൻസംവെയർ അറ്റാക്കിനെ കുറിച്ചാണ്. ഒരാഴ്ചയാണ് ജനങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ കട്ടിയിരുന്നത്. എന്ന് ജോലിക്ക് പോകാൻ പറ്റുമെന്നറിയാതെ, കുഞ്ഞുങ്ങൾക്ക് എന്ന് സ്കൂളിൽ പോകാൻ സാധിക്കുമെന്നറിയാതെ. FBI-യും മറ്റു മാധ്യമങ്ങളും ഐഡൻറ്റിഫൈ ചെയ്ത പ്രകാരം ഈ കുറ്റകൃത്യത്തിൻ്റെ പുറകിൽ ഡാർക്ക് സൈഡ് എന്ന് പറയുന്ന ക്രിമിനൽ ഹാക്കിംഗ് ഗ്രൂപ്പായിരുന്നു. FBI അറിയാതെ റാൻസം മണി വരെ കൊളോണിയൽ പൈപ്പ് ലൈൻ അവർക്ക് കൊടുത്തിരുന്നു. CNN റിപ്പോർട്ട് ചെയ്തത് ബില്ലിംഗ് സോഫ്റ്റ്വെയറിനെയാണ് ഹാക്കേഴ്സ് അറ്റാക്ക് ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ ബില്ലിംഗ് സ്ലോ ആയി. അതായിരുന്നു ആദ്യം കണ്ട പ്രശ്നം. പമ്പിംഗ് സിസ്റ്റം, അതായത് വിതരണം, പെട്രോൾ വിതരണത്തിന് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. വടക്കൻ സൗത്ത് കരോലിന തുടങ്ങി തെക്കൻ വെർജീനിയ വരെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത്. ഷാർലറ്റിലുള്ള 71% ഫില്ലിംഗ് സ്റ്റേഷനുകളും മെയ് 11 പൂർണ്ണമായി വിതരണം നിലച്ചു. അതുപോലെ തന്നെ വാഷിങ്ടൺ DC-യിൽ മെയ് 14 81% ഫില്ലിംഗ് സ്റ്റേഷനുകളും നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. US-ലെ റിഫൈൻഡ് ഓയിൽ കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും വലിയ സംവിധാനമാണ് കൊളോണിയൽ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 8850 കിലോമീറ്ററാണ്. 3 പൈപ്പ് ലൈനുകളിലാണ് ഇന്ധനം കൊണ്ടുപോകുന്നത്. അത് ടെക്സാസ് മുതൽ ന്യൂയോർക്ക് വരെ നീളം, അത്രയും ദൂരത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. പ്രതിദിനം 3 മില്യൺ ബാരലാണ് ഇതിലൂടെ പോകുന്ന പെട്രോളിൻ്റെ അളവെന്ന് പറയുന്നത്. CNN റിപ്പോർട്ട് ചെയ്തത്, ശരിക്കും പറഞ്ഞാൽ ഹാക്കേഴ്സ് ഈ പൈപ്പ് ലൈനിൻ്റെ ഒന്നും തന്നെ ഹാക്ക് ചെയ്തിരുന്നില്ല. പക്ഷേ അതിൻ്റെ ദുർബലമായ ഭാഗങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും അറ്റാക്ക് ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് കമ്പനി ഈ പൈപ്പ് ലൈൻ കംപ്ലീറ്റ് ആയിട്ട് അടച്ചിടേണ്ടി വന്നത്. കൃത്യം 2 വർഷത്തിന് ശേഷം CASA റിപ്പോർട്ട് ചെയ്തത് ഇതിനെ ഒരു കിച്ചൺ ടേബിൾ ഇഷ്യൂ എന്നാണ്. കിച്ചൺ ടേബിൾ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരുടെ അന്നത്തെ ആഹാരത്തെ ബാധിക്കുന്ന വിഷയം. ഇതിനു മുമ്പുള്ള ഈ സീരീസിലെ വീഡിയോസ്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കാണാത്തവർ അത് കാണുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.